മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ 5ാം ദിവസമാണ്. ഇപ്പോൾ രാവിലെ ചെറിയ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫുള്ള് ഇന്നലെ കട്ട മഴയായിരുന്നു രാത്രി. അപ്പോൾ ചെളി അടിച്ച് കയറി വണ്ടി മൊത്തം ചെളിയായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഇപ്പോൾ ടൗണിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചു. നെൽസൺ സിറ്റിയിൽ ചെറിയ ഇവിടെ 1-2 പരിപാടി ഉണ്ട്. നെൽസണിൽ കുറച്ച് ഷോപ്പിങ്സ് ഉണ്ട്. ഇന്ത്യൻ സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഒരു താറാവ് വാങ്ങണം, കപ്പ വാങ്ങണം, മീൻ വാങ്ങണം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ് ഗൈസ്. 5ാം ദിവസം നല്ല ക്ലൗഡിയാണ് ഇവിടെ. ഇതാണ് ഇങ്ങനത്തെ ഹോളിഡേ പാർക്കുകൾ ഗൈസ്. ഇവിടെയാണ് ഈ ക്യാമറമാനൊക്കെ നൈറ്റ് സ്റ്റേ ചെയ്യുക, ചാർജ് ചെയ്യാം, ടോയ്ലറ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര പോവുകയാണ്. വീണ്ടും യാത്രയാണ്. റോഡിലാണ് നമ്മളിപ്പോൾ. ഇപ്പം തന്നെ നമ്മൾ പീനട്ട് ഫാക്ടറി, പിക്സിൻ്റെ ബിഗ് ബോട്ടിൽ പീനട്ട് ബട്ടർ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് മിക്കവാറും ഒരു 150 കിലോ ഒരു കൊല്ലം കഴിക്കാനുള്ളതുണ്ട്. അവിടെ ഒരു ഹൈനിക്കൻ്റെ ഒരു സ്റ്റാർ. അഗൈൻ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ന്യൂസിലാൻഡിലെ വൺ ഓഫ് ദ ഫേമസ് പീനട്ട് ബട്ടർ ഫാക്ടറിയിലാണ്. കമ്പനിയുടെ ഒരു പിക്സ് അവിടെയാണ്. ഇതെല്ലാം നിന്റെ സജഷനാന്ന് പറയണ. അജിയാണ് ഇപ്പൊ ടൂറിന്റെ കോർഡിനേറ്റർ എന്നാണ് പറയണത്. അജിപ്പൻ 10 സ്ഥലത്ത് ഫുള്ള് വഴി തെറ്റിലാണ്. ഇതിപ്പോ രാവിലെ തന്നെ ആശിഷ് പെരേര 10 പ്രാവശ്യം വഴി നെൽസൺ കറക്കിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസസ് ഒക്കെ ഞാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഏതാ മറ്റേ സാധനം സ്ലോ ആണ് പുള്ളി. രാവിലെ എണിച്ചിട്ട് 10 മിനിറ്റ് ഭജന ഇരിക്കും. ഹജിപ്പേടിന് ബ്രാക്കറ്റില് ഷജിപ്പേടിന്റെ പെറ്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നമ്മൾ പേരിട്ടോണ്ട് കേട്ടോ. എല്ലാവർക്കും പേരിട്ടു. ബാബു മോഹൻ, ഓളി സീനിയർ, ഓളി ജൂനിയർ. ഡോണുവിന് മാത്രം പേരില്ല. ഡോണലിന് ഒരു പേരിടണം. ഒരു ഫോട്ടോ എടുക്കണേ. ഇവിടെ ഹെനിക്കിൻ്റെ ഒരു സ്റ്റോറും കൂടി ഉണ്ട്. കാണിച്ചു തരാം. ഹെനിക്കിൻ്റെ സ്റ്റോറാണ്, ഫാക്ടറി എല്ലാം തോന്നുന്നു. സ്റ്റോർ ആയിരിക്കും. So this guys, ഇതാണ് ഈ പിക്സ് പീനട്ട് ബട്ടർ ക്രഞ്ചി. ഇതാണ് ഫാക്ടറി. നമ്മളെങ്ങോട്ട് ഓടി എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് നമ്മുടെ സൈറ്റ്. എന്താ ഓർഡർ ചെയ്ത്?
എന്തോ ഓർഡർ ചെയ്തു 5 mochaccino and 6 chicken panini. Chicken panini പറഞ്ഞത്. ചിക്കൻ പനീർ പറഞ്ഞിട്ടുണ്ടോ? നാട്ടിലെ 4000 രൂപ അടുത്ത് വരും. കമ്പനി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. ഫുൾ ചെലവാണ്. പ്രഷർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സംഭാവന തരൂ. ഞങ്ങൾ സംഭാവന എന്നാൽ പരിപാടികൾ ഗംഭീരമാക്കാം. ഒരു പഴയ കാർ കിടക്കുന്നു. പഴയൊരു ഹോൾഡനാണ്. ചിക്കൻ പനീനി എന്താ? ചിക്കൻ പനീനിയാണ്. പനീനിക്കകത്ത് ചിക്കന് പിന്നെ ലോറ്റീസ് സോസ് ഒക്കെ വെച്ചിട്ടുള്ള സാധനം. അതെന്താ ഗ്രിൽഡ് എന്തോ ചിക്കനാണ്. ഗ്രിൽഡ് ചിക്കനല്ല, ഫ്രൈഡ് ചിക്കനാണ്. ഫ്രൈഡ് ചിക്കനാണ്. പിന്നെ ചീസ് ഇടും, മസാല ചീസ്. ടോസ്റ്റ് ചെയ്ത് തരും. അവർ പനീനി പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് വൃത്തിക്കണം. ഗൈസ്, ഞാൻ നേരത്തെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു. ഇത് ഹെനിക്കിന്റെ സ്റ്റാർ അല്ല, ഇവരെ സ്റ്റാറാണ്. ഞാൻ ഹെനിക്കിന്റെ സ്റ്റോർ ഞാൻ ഹെനിക്കൻ്റെ ടൂറിന് പോലെ മനസ്സിലാവുന്നത് അതിങ്ങനെയായിരുന്നു. വിത്ത് ബോട്ട് റൈഡ് ആൻഡ് എ ബിയർ വിത്ത് യുവർ ലേബൽ. അതിപ്പോഴും ഉണ്ട് കയ്യിൽ. താങ്ക് യു. ഈ ട്രിപ്പിൻ്റെ ഫുൾ സ്പോൺസർ ചെയ്യുന്നത് ഷജിപ്പടാണ്. ഷജിപ്പട് റിച്ചോളിയാണ്. ഷജിപ്പട് ഒരു റിച്ചോളിയാണ്. ഷജിപ്പട് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. നാട്ടിൽ നിന്നുള്ള എല്ലാ പ്രപ്പോസലും ഞങ്ങൾ ഇതിലൂടെ റിജക്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. ഓൾറെഡി പെണ്ണ് കിട്ടുന്നില്ല. ഈ വീഡിയോ കൂടി റിലീസ് ആക്കുമ്പോൾ ഒന്നും കിട്ടാൻ സാധ്യത. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി യങ്ങായിട്ടൊക്കെ നിൽക്കും, താടിയൊക്കെ നിറച്ച് വരച്ചാണ് ഇരിക്കുന്നത്. അത് ഞങ്ങൾ ഫാമിലി പരമായിട്ട് ഏർലി ക്രിയേറ്റ് ആൾക്കാരാണ്. എന്തായാലും ഇമ്മാരും അറിയട്ടോ, ഇവരും നരക്കിങ്ങനെ പരിധിയില്ലെന്നില്ലേ. ബാബുമോനെയൊക്കെ നടിച്ചു. ബാബുമോൻ ഡിസംബർ ആകുമ്പോൾ ക്രിസ്മസ് അപ്പനെ പോലെ ഇരിക്കും. നമ്മൾ വരുന്ന വഴിക്ക് പലതരം കോഴികളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതാ അവിടെ കാണുന്ന പ്രത്യേക തരം ഒരു കോഴി. അതെങ്ങനെ? ഇത് ആശിഷ് കഴിച്ചുകൊണ്ടിരുന്ന ഫുഡാണ്. ഇവിടെ ഇത്രയും നല്ല ഫുഡ് ഉണ്ടായിട്ടും ഒരാവശ്യമില്ലാതെ അവിടെ പോയൊരു ഇന്ത്യൻ പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ചുറ്റിത്തിരിഞ്ഞ് വട്ടം കറങ്ങി കിടക്കുവാണ്. എന്തിനാണ് അവൻ എന്ത് ചോദിക്കാനാണ് അങ്ങോട്ട് പോയത്? പുള്ളിക്ക് ഇതുവരെ ഒരു പിടുത്തവും ഇല്ല. ദേ വണ്ടി ചിരിച്ചോണ്ട് റിവ്യൂ വന്നിരിക്കുകയാണ്. നോ ഗുഡ്. ഫ്രണ്ട്സ്, ഹായ് അഗെയിൻ. നമ്മളിപ്പോൾ ഒരു എന്താ ട്രയൽ വോക്കോ ടുവേർഡ്സ് സെൻട്രൽ ന്യൂസ് പോയിന്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നൈസ് ഡീപ്പ് ഹില്ലാണ്. 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അതാണ് സെൻട്രൽ ഓഫ് ന്യൂസിലാൻഡ്. ലൈക്ക് സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഐലൻഡും സെൻട്രലായിട്ട് വരും അല്ലേ? അങ്ങനെയല്ലേ അതിൻ്റെ സിസ്റ്റം? ജിയോഗ്രഫിക്കൽ സെൻറ്റർ. അപ്പോൾ വീണ്ടും കയച്ചു തുടങ്ങി ഗായ്സ്. ഇന്നലത്തെ ട്രാക്ക് നല്ല തകർന്നായിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും അബീൻ്റെ ഒക്കെ എല്ലാ ഫാറ്റും ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് പോയെന്നാ പറഞ്ഞത്. മാരേജ് പ്രപ്പോസൽ ഞാൻ പറഞ്ഞില്ലേ,
പുള്ളിക്ക് ഒരു സ്ത്രീധനമായിട്ട് 10 കിലോ കുഴമ്പാണ് ഉദ്ദേശിക്കുന്നത്. ജോയിന്റിലൊക്കെ തടവി കൊടുക്കാൻ. അല്ലാണ്ട് ഒരു പൈസ ഒരു കാര്യമൊന്നുമില്ല. കോട്ടക്കലിൽ പോയി 10 കിലോ കുഴമ്പ്. ഇന്ന് മൂടിയാണ്. എല്ലാ ദിവസവും ആരെങ്കിലും ഒരാൾ ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇന്നിപ്പോൾ പുള്ളി ഗ്ലൂമിയാണ്. അവിടെ വൈകുന്നേരം 2 പെഗ് കൊടുക്കുന്നത് പുള്ളി ഉഷാറാക്കും. ആണ്ടാ ഉച്ചയ്ക്ക് 2 ബീർ കൊടുക്കുന്നത് സെറ്റായിക്കോളെ. യെസ്. പെരേര ഫുൾ ഫോമിലായിരിക്കുന്നതാണ്. ബാക്ക് ടു ഫോമിലായിരിക്കും. 2 ശേഷം പുള്ളി ഇന്ന് തെക്കർക്കുന്നതാണ് വൈകുന്നേരത്തെ ഈവനിങ് അല്ലേ? ഓ ഇന്നലത്തെ ബോട്ടിൽ റേവ് എൻ്റെ സങ്കടം ഇതുവരെ നെഞ്ചത്ത് കുത്തിയിട്ടാണ് പോയത്. ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജിമ്മിൻ്റെ നമ്മുടെ വാസവണ്ണം തന്ന ബോട്ടിലായിരുന്നു. അതൊരു ഫൈൻ ന്യൂ ഒരു പ്രൊഡക്റ്റാണ് വാസവണ്ണം പറഞ്ഞത്. എനിക്കറിയില്ല. ജിംബീൻ്റെ റേ എന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് സ്റ്റഫ് അത് പോയി. അതിൻ്റെ കഥയൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടല്ലോ. ബോട്ടിലൊന്നുമല്ല കൈസ്, 4000 രൂപയുടെ ബോട്ടിലായിരുന്നു നാട്ടിൽ. യെസ്. നീ കുറച്ചും മുമ്പ് ഒരു 4000 പൈസ വരുന്ന ബ്രേക്ക്ഫാസ്റ്റിനില്ല. എല്ലാറ്റും എക്സ്പെൻസീവ് ആയി. ഓക്കെ. അപ്പോൾ ഗൈസ് അടുത്ത ട്രിപ്പിൽ നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യും ഗൈസ്. നമ്മൾ ഓളി ബ്രദേഴ്സിനെ കൂട്ടി അടുത്ത ട്രിപ്പ് അടിക്കുന്നതായിരിക്കും. കുക്കാലൻഡ് മേ ബി. ന്യൂസിലാൻഡിൽ നിന്ന് പുറത്ത് പോകുന്ന ഒരേ രാജ്യം ഇപ്പോൾ കുക്കാലൻഡ് ഉള്ളൂ. നോക്കണ്ട് ഞങ്ങൾ മിക്കവാറും നെക്സ്റ്റ് ഇയർ ബിഗിനിങ്ങിൽ ചിലപ്പോൾ പോകും. ചിലപ്പോൾ നമ്മുടെ ബാബുക്കോട്ടിന് തന്നെ പറയാനുള്ളത് പറയട്ടെ. പുള്ളി ഇതാണ് നെൽസൺ. ബ്യൂട്ടിഫുൾ സിറ്റി ആക്ച്വലി. റിയലി ബ്യൂട്ടിഫുൾ സിറ്റി. നല്ലൊരു പോർട്ട്. നെൽസൺ പോർട്ട് കുറച്ച് ഫേമസ് അല്ലേ? നല്ല കയറ്റാട്ടോ. ആസ് പറഞ്ഞാലോ ഇന്ന് നമ്മൾ വലിയ ലേറ്റ് അല്ല, നമ്മൾ ഓൺ ടൈമാണ് കാര്യങ്ങൾ. അപ്പോൾ ഫുൾ അപ്ഡേറ്റ് യു സൂൺ ഗൈസ്. 10 കിലോ പറഞ്ഞു ഗൈസ്. നോക്ക് ഗൈസ്, കയറി നോക്കി. നെൽസൺ സിറ്റിയാണ്. എത്തിയോ? ഓ മാൻ, വി മേഡ് ഇറ്റ്. ഫൈനലി വി മേഡ് ഇറ്റ് മാൻ. ഷർട്ടൂരി തൊപ്പിയൂരി എല്ലാം വരെ അല്ലെങ്കിൽ ട്രൗസറും കൂടി ഊരിക്കണം റെഡിയപ്പോൾ വേർത്ത് ശരിക്കും വേർത്ത്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. Wow. Hi, morning. Good. Bit tired. Yeah. Look at that. Nelson City, guys. ഇതാണ് സെൻട്രൽ ഓഫ് ന്യൂസിലാൻഡ്. സെൻട്രൽ ഓഫ് ന്യൂസിലാൻഡ്. Guys, look at the views, man. മറ്റന്മാർ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഗൈസ്. പെരേരയും ഡോണും തകർന്നു പോയി. നല്ല ഇരിപ്പായി. തകർന്നു പോയി. വിഷ്ണുവായിട്ട് ഒരു പുള്ളിയായിട്ട് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ. Oh, you live here? Yeah, this is my bed. Just down Nile Street down the end. Oh, okay. And you come here quite often? I just come out if I need a bit of exercise, bit Oh, of okay. air, bit of sun. Yeah, it's true. Yeah. Yeah, good. Valley. And they swing them back out up to the top here and then take them out on that road there. So this one's like a 25-year-old, right? Yeah, probably, maybe a bit older. But How they make money? Like, you invest for 25 years, like. How you make money if you put it in the bank? You hope the price of paper goes up, yeah? Okay. Yeah, everybody needs toilet paper. Yeah, it's true. Everybody needs paper for their fast food plates. Yep. Yeah, I don't think there's as much money in it as they thought there was, but the land is not, it's not farming land, it's too steep. Yeah. So you might as well stick So it's only initial investment, like, when you plant the tree, and then you don't need to look after really, Yeah. Okay. These ones haven't been, but often if they've got that they want for timber, Yeah. they prune them
every 4 or 5 years they go in and prune branches up off half of them. ഓക്കെ So there's no, when they've got the piece at the top, they've got big timber. They haven't got the big knots. ഓ യാ Make it too weak for building. യാ യാ They can get a bit of building timber out of it. ഓക്കെ ഫ്രണ്ട്സ് പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളാ ടിമ്പറിൻ്റെ കാര്യം ഉണ്ടെന്നല്ലോ ഇന്നലെ പറഞ്ഞത്. അതായത് ഇവിടെ ടിമ്പർ ഇസ് വൺ ഓഫ് ദ തേർഡസ്റ്റ് ലാർജസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ന്യൂസിലാൻഡ്. അപ്പോൾ ടിമ്പർ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ടിമ്പർ 25 വർഷം എടുക്കുന്നതാണ്, ചിലത് 50 വർഷം. അപ്പോൾ അങ്ങനെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. പക്ഷെ അതാണ് ഇവിടുത്തെ ഒരു തേർഡ് ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി. ഇതാണ് കണ്ടോ സെൻറ്റർ ഓഫ് ന്യൂസിലാൻഡ് എഴുതിയിട്ടുണ്ട്. ദ സിഗ്നൽ പ്രസൻറ്റഡ് ടു ദ സിറ്റി. ആ പുള്ളി നല്ല ഉപകാരമായിരുന്നു കേട്ടോ. ഗൈസ് ആ തിരിച്ചെത്തി എല്ലാവരും മൊത്തം ചിരി വന്നു. ഇറക്കാൻ വേണ്ടതാ ഓളി ബ്രേക്ക് ഫുൾ ചിരി. ഗൈസ് വി മേഡ് ഇറ്റ്. താഴെത്തി ഞങ്ങൾ. ഇവിടുത്തെ ഒരു നല്ല ചെളിയുള്ളൊരു ഫുട്ബോൾ ഗ്രൗണ്ട്, നല്ല ഒന്നാം ചെടി. ഇപ്പം ഇവിടെ ഓക്കെ എല്ലാം കൂടെ നടന്നോ. യെസ് എല്ലാവരും തിരിച്ചെത്തി.